ഡിഡിയുടെ കേസിന് എന്ത് സംഭവിച്ചു? ഇപ്പോൾ എല്ലാവരും പറയുന്നു ഡിഡിനെ വെറുതെ വിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും സത്യമുണ്ടോ? ശരിക്കും അങ്ങനെ വെറുതെ വിടുമോ? ഇത്രയും കേസും എവിഡൻസും സാക്ഷികളും എല്ലാ കോപ്പും ഉണ്ടായിട്ട് ഇയാൾ എന്തിനാണ് വെറുതെ വിട്ട്? എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇയാൾക്കെതിരെ 5 ചാർജസ് ആണ് ഉള്ളത്. ഒന്ന് സെക്സ് ട്രാഫിക്കിംഗ്, രണ്ടാമത് റാക്കറ്റിയറിങ്, മൂന്നാമതാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ ചാർജ്. നമ്മൾ ഡിഡി ട്രയൽസിൻ്റെ പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാണ്, ഈ ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വിക്ടിംസ് ഇപ്പം കേസ് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, അവരും ഇതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഞങ്ങൾ അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും ഇതിന്ന് പുറത്ത് ചാടാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്ന് ശരിക്കും അവരിനെ പിടിച്ച് ജയിലിലിടും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഒരിക്കലും ഇങ്ങനത്തെ കേസുകളൊന്നും നിൽക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. വെർഡിക്റ്റ് വന്നപ്പോൾ ഈ റാക്കറ്റീറിങ്, ഈ സെക്സ് ട്രാഫിക്കിംഗ് ആണ് മെയിൻ ചാർജസ്. അതായത് ലൈഫ് ടൈം ജയിലിൽ കിടക്കാനുള്ള ചാർജസ് ആണ് ഇത് രണ്ടും. അത് രണ്ടിനെയും നോട്ട് ഗിൽറ്റി എന്ന് കോടതി വിധിച്ചു. പക്ഷേ എല്ലാത്തിനും നോട്ട് ഗിൽറ്റി അല്ല. ഗിൽറ്റി എന്ന് ഒക്കെ കോടതി കണ്ടുപിടിച്ചത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂഷന് മാത്രമാണ്. അതും ട്രാൻസ്പോർട്ടേഷൻ ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ. ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ഈ ഓരോ സ്റ്റേറ്റ് കടക്കുമ്പോൾ അതൊരു കേസ് വരും. ആ ഒരു കേസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിന് മാക്സിമം ശിക്ഷ കിട്ടാൻ പോകുന്ന 10 വർഷം ജയിൽ, അത്രേ ഉള്ളൂ. 2 ചാർജസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഒരു 20 വർഷം ഡിഡിക്ക് കിട്ടിയായി. 34 വിറ്റ്നസ് ഉണ്ടായിരുന്നു. 2 മാസം ഈ ഒരു ട്രയൽ നീണ്ടു നിന്നു. ഇതൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. മെയിൻ കേസൊക്കെ തള്ളിപ്പോയി. ഇതൊരു കോൺസ്പിറസി ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇതൊരു ഫെഡറൽ ഓപ്പറേഷനാണ്. അതായത് FBI അറിഞ്ഞുകൊണ്ടാണ് ഇയാൾ ഈ ഒരു പാർട്ടീസും ആ ഒരു ബ്ലാക്ക് മെയിലിംഗ് റിങ് ഇയാൾ കൊണ്ടു നടന്നല്ലോ, അത് മുഴുവൻ ഇവരുടെ ഒരു അറിവോട് കൂടിയിട്ടാണ്. അല്ലെങ്കിൽ ഇവരും അതിൻ്റെ പാർട്ടാണ്. അവരും അതിൻ്റെ കുറേ കാര്യങ്ങൾ ബെനിഫിറ്റ് നേടി ഡിഡിയുടെ കയ്യിൽ നിന്ന് ഇവർ. അതുകൊണ്ട് തന്നെ നൈസിലൊരു ഡീൽ ഉണ്ടാക്കി ഇപ്പം ഇങ്ങനെ ഒരു ശിക്ഷ കുറവാക്കിയതായിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊക്കെ കാണും കേൾക്കുമ്പോഴും നമുക്കും തോന്നുന്നത് ഇതൊക്കെ തന്നെയാണ്. കാരണം അത്രയും എവിഡൻസും ആ ഒരു വീഡിയോ വരെ ഉണ്ട് ഇയാൾ ആ പെണ്ണിനിട്ട് അടിച്ച് ഉരുട്ടുന്നത്, എന്നിട്ട് ഒരു കാര്യമില്ല.